ഹായ് വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. ഇത് നമ്മൾ നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്ക് ഇൻ ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞപ്പോൾ എടുത്ത പിക്ചറാണ്. ഇദ്ദേഹം ആരാന്ന് നിങ്ങൾക്കറിയോ? ഇദ്ദേഹമാണ് നിക്കോള ടെസ്ല. ഇദ്ദേഹം ഒരു മിടുക്കനായ ശാസ്ത്രജ്ഞനാണ്, നല്ലൊരു എഞ്ചിനീയറാണ്, ഫിസിസ്റ്റാണ്. ഇദ്ദേഹം 1856 ഇന്നത്തെ ക്രൊയേഷ്യ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം യു എസിലേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു 8 ഭാഷകൾ വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയായിരുന്നു. അതുപോലെ ഒരു പുസ്തകമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മയിൽ നിർത്താനായിട്ട്, മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇദ്ദേഹം വളരെ കുറച്ച് നാള് തോമസ് എഡിസന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. തോമസ് എഡിസൺ ഡയറക്റ്റ് കറണ്ട് സിസ്റ്റത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ ടെസ്ല ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് പ്രചരിപ്പിച്ചത്. ആശയപരമായ വ്യത്യാസം കൊണ്ടായിരിക്കാം അവർ വളരെ കുറച്ചു കാലമാണ് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളൂ. നിക്കോള ടെസ്ലയുടെ പിതാവ് മിലൂട്ടിൻ ടെസ്ല, അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ചർച്ചിലെ പ്രീസ്റ്റ് ആയിരുന്നു. ഈ ടെസ്ലയുടെ അമ്മ ജോർജീന ഡ്യൂക്ക്, അവർക്ക് അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അവർക്ക് വീട്ടുപകരണങ്ങൾ, യന്ത്രോപകരണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സിസ്റ്റം, ഇലക്ട്രിസിറ്റി, അത് ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. അദ്ദേഹം AC ഇൻഡക്ഷൻ മോട്ടോർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ആ ആശയം, ആ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെതാണ്. ഇന്നത്തെ റേഡിയോയും വൈഫൈ ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. റോബോട്ടിക്സ് എന്ന ആശയമൊക്കെ അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അതുപോലെ ടെസ്ല കോയിൽ, ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ, അതും അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു 2 മണിക്കൂർ മാത്രമൊക്കെയാണ് ഉറങ്ങുള്ളൂ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ഒത്തിരി അവാർഡുകളും ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഈ പൈസ എല്ലാം സ്പെൻഡ് ചെയ്ത് 1943 ഒരു പൈസയും ഇല്ലാതെ അദ്ദേഹം ന്യൂയോർക്കിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് മരണമടഞ്ഞു എന്ന് പറയുന്നത്. അദ്ദേഹം മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലെ പല ഹോട്ടലുകളിലും ബില്ല് പേ ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ, അത് കൊടുക്കാൻ പറ്റാതെയാണ് അദ്ദേഹം മരിച്ച് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടാണ് എലോൺ മസ്ക് ടെസ്ല മോട്ടോഴ്സ് എന്നുള്ള പേര് തന്നെ നൽകിയത്. വളരെ കാലത്തേക്കാൾ മുന്നേ സഞ്ചരിച്ചിരുന്ന ഒരു ജീനിയസ് ആയിരുന്നു ഇദ്ദേഹം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിക്ചർ എടുക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.